വി കുഞ്ഞിരാമൻ ഈ സംഭവം നടന്ന ഉടനെ പീതാംബരൻ്റെ വീട്ടിലെത്തിയല്ലോ. പീതാംബരൻ്റെ ഭാര്യയും മകളെയും പറഞ്ഞ വാക്കുകൾ തിരുത്തി പറയാൻ. എവിടെയാണ് സേവനം ചെയ്യുന്നത്? ഒന്നാം പ്രതിയുടെ വീട്ടിലാണ് ആദ്യം എത്തുന്നത്. അവിടെ പോയി വെളുത്തോളിയിൽ ഇവർ ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് വെളുത്തോളിക്ക് എത്തുമ്പോഴത്തേക്കും ഉദുമയിലുള്ള കുഞ്ഞിരാമൻ വെളുത്തോളിയിലൊരു വീട്ടിലുണ്ട്, കാത്തു നിൽക്കുകയാണ് ഇവർ വരുമ്പോൾ ഇവരെ രക്ഷിക്കാൻ. എന്നിട്ട് അവിടെ നിന്നും കൊണ്ടുപോയത് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോയത് ഇവിടെ പൊയിനാച്ചിയുള്ള പാർട്ടി ഓഫീസിലാണ്. അവരെല്ലാം ചോദ്യം ചെയ്തുവല്ലോ, കൊണ്ട് നിർത്തിയാലും തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കുഞ്ഞിരാമൻ, ഈ നാട്ടിൽ നടക്കുന്ന കുഞ്ഞിരാമനെയൊക്കെ ഈ MLA ആയിരിക്കുമ്പോഴും നമുക്ക് കൃത്യമായി അറിയാം. ഈ MLA ഞാൻ ഒരിക്കൽ ഈ മോനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിലിട്ടു. ആ കേസിനകത്ത് ഞാൻ അന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മൾക്കൊന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളുണ്ടൊന്ന് പരിഹരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ചന്തിക്കത്തെ പൊടിയും തട്ടിയിട്ട് പോയ മനുഷ്യരാണ്. അപ്പോഴത്തെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോഴും അസ്കറിനെ പോലത്തുള്ള ബഹുമാന്യരായ വ്യക്തികളെ ജനം കാണുന്നത് എങ്ങനെയെന്നറിയോ? ഇതിനൊക്കെ നിങ്ങളെ ഈ വാക്കും പ്രചോദനമാണ്. ഈ കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഈ പറയുന്നില്ലേ അത് എന്ത് തെറ്റ് ചെയ്തു എന്ന്, ഈ കോടതിയിൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടാകുമ്പോഴും പറയുമ്പോഴും നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗപാത്രമാണ്. ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് തെറ്റല്ല, നിങ്ങൾ ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഇവിടെ പ്രശംസിക്കാൻ ആളുണ്ട്. സൈബർ സെല്ലിനെ പോലെ തന്നെ നിങ്ങളിവിടെ ഇരുന്ന് ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴും നിങ്ങൾ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരു തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് അതേ എന്ന് പറയാൻ നിങ്ങളെ വായിൽ നാക്കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു തെറ്റിനെ അത് തെറ്റ് എന്ന് നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ കേരളത്തിലിപ്പോൾ നിങ്ങൾ CPM ചെയ്യുന്ന ഏത് പ്രവർത്തനയും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പക്ഷേ നിങ്ങൾ എത്ര കണ്ട് കള്ളങ്ങളും നുണപ്രചരണം നടത്തുന്നോ അത്ര കണ്ട് ഈ ജനസമൂഹത്തിൻ്റെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാവും. മനുഷ്യത്വമില്ലാത്തൊരു ഹൃദയക്കാരാണെന്ന് CPMകാരെന്നില്ല. അതിനെ ഇവർ കൊല്ലുന്നുണ്ടെങ്കിലും മറ്റു സംരക്ഷിക്കുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ തെളിവ് നശിപ്പിക്കുന്നുണ്ടെങ്കിലും അസ്കറിനെ പോലത്തുള്ള ആൾക്കാർ അതിന് പ്രചോദനമാണ്. അവർ ന്യായീകരിച്ചു കൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾ ഈ പാർട്ടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതിൻ്റെ ഫലങ്ങളിൽ കണ്ടു തുടങ്ങും. അസ്കറിനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഒരു തെറ്റിനെ തെറ്റായി കാണാനും അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പറ്റാത്ത നിങ്ങൾ ചെയ്യുന്നത് ഈ കൊലക്ക് തുല്യമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു വലിയ ദൈവിക ശക്തി ആ അമ്മയുടെ മുമ്പിൽ നിന്നാണ് നമ്മളെ മക്കൾ പോയത്. ആ ദൈവാനുഗ്രഹം നമുക്ക് കൂടെയുണ്ട്. ഇല്ലെങ്കിൽ സർക്കാരിനോട് ഇത്രയും മല്ലടിച്ച് ഇത്ര 6 വർഷം വരെ എല്ലാ തലത്തിലും സാമ്പത്തികമായും മറ്റു തരത്തിലും പിന്നെ വക്കീൽമാർ ഉപയോഗിച്ചും നമ്മൾ മാറ്റിയെടുത്തും എല്ലാ വാദവും നടത്തിയിട്ട് അവരെ ഈ കേസിനെ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും മൊത്തം കേരളത്തിൻ്റെ ഭരണ സംവിധാനം മൊത്തം ഉപയോഗിച്ചു. എന്നിട്ടും അവർക്ക് ഇത് പൊട്ടിക്കാൻ പറ്റിയില്ല. ഈ കേസിനെ സാധാരണ എല്ലാ കേസും പോലെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ പ്രതികളെ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുകയാണ്. അതിലുള്ള ഒരു ആഘാതം അവർക്കുണ്ട്. അവർക്ക് എപ്പോഴും രാഷ്ട്രീയത്തിലേക്ക്, അതായത് അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പേര് പറയാൻ പാടില്ല. കൊല ചെയ്ത് അവർ മാത്രം കൊല്ലും, ആസൂത്രണം ചെയ്യും, പക്ഷെ അവർ പേര് പറയാൻ പാടില്ല. അത് ഒരു ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പിന്നെ കത്തിയും പടിയായിട്ട് വരാൻ പറ്റില്ല. പാർട്ടിക്കാരാണ് വന്നത്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതിലുള്ള മാർക്സിസ്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അനുയായികളും ചേർന്ന് നടത്തിയതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ആ പാർട്ടി ചെയ്തതല്ല. പാർട്ടിക്ക് കയ്യും കാലം ഒന്നുമില്ലല്ലോ വാളെടുത്ത് പോത്താൻ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. പാർട്ടി ചെയ്തില്ല. പാർട്ടി ഏത് കൊന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ നിങ്ങളിട്ട് മുമ്പിലിട്ട് കൊന്നാലും ജഡ്ജിൻ്റെ മുമ്പിലിട്ട് കൊന്നു കഴിഞ്ഞാലും അവർ സമ്മതിക്കൂല. അവരതേ പറയൂ. അത് അങ്ങനെ തന്നെ വളരുന്നൊരു പാർട്ടിയാണ്. എന്ത് വേണ്ടാതിനും ചെയ്തു കഴിഞ്ഞാലും അത് അല്ല എന്ന് പറയാൻ ഒരു സമൂഹത്തെ വളർത്തിയിരിക്കുന്ന ഒരു സെറ്റപ്പോട് കൂടിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ ലജ്ജയുണ്ട്, നാണമുണ്ട്. ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞുപോയി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുറേ കാലം മുമ്പേ ആയിരുന്നു. നല്ല ഭരണം ഉണ്ടായിരുന്നു, നല്ല ചിന്താഗതി ഉണ്ടായിരുന്നു, നല്ല കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ പോയി. ഇപ്പോൾ പിണറായി ഇതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയതിനോട് കൂടെ അത് പിണറായിസം വന്നിപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടി സംഘത്തിൻ്റെ തലവൻ നമുക്കൊരു മുഖ്യമന്ത്രിയായി കാണാൻ പോലും നമുക്ക് പറ്റാത്ത ലജ്ജ തോന്നുന്നു. അത്രയും ഈ കേരള സമൂഹത്തെ വൃത്തികേടിലേക്ക് നയിക്കുകയാണ്. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ, ഒരു മനസാക്ഷിയില്ല അതുപോലുള്ള മനുഷ്യനല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത്. അവിടെ നോക്കിക്കൂടെ ഒരു സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു പാർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരെ പറയാം, ഒരു പ്രസ്ഥാനത്തെ മാത്രം പറയാം. ഇതിന് സർക്കാർ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുത്തി വെക്കുക എന്ന് വെച്ചാലോ, എന്നിട്ടോ അതിന് നമ്മൾക്കിത് നിയമ നടപടിയുമായിട്ട് അവരെ തടയിടാനും നമ്മുടെ വക്കീലിനെയും കൂടെ കൂറുമാറ്റിച്ചും കൊണ്ട് ഇത്രയും നിരുത്തരമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏൽപ്പിക്കാനുള്ള നടപടിയുമായി നമ്മൾ മുൻപോട്ട് പോയി. കാരണം ഏറ്റവും ക്രിമിനൽ
ക്രിമിനൽ വാദം നടത്തുന്ന ഒരു പ്രഗത്ഭനായ വക്കീലെന്നല്ല കേരളത്തിൽ അറിയപ്പെടുന്നത്. അത് ഈ അപ്പോഴത്തേക്കും ഇദ്ദേഹം മുമ്പേ സാധാരണ കണ്ണൂരിലെ പ്രമാദമായ CPM കേസുകളിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും കേസുകൾ ഏറ്റെടുക്കും. എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ഭാഗം നല്ല കാശ് കിട്ടും, ലക്ഷങ്ങളാണ് കിട്ടുന്നത്. അങ്ങനെ നോക്കി ഇയാളെ നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇത്തരം ചതിവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ്. ശരിയെ തെറ്റാക്കി മാറ്റാൻ വേണ്ടി ആ ഭാഗത്ത് നിൽക്കുകയല്ലേ, അത് തന്നെ കള്ളത്തരത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അയാൾ പഠിച്ച മേഖല അതാണെങ്കിലും അയാൾ ചെയ്തു നിൽക്കുന്നത് നമ്മൾക്ക് സത്യസന്ധമായ കാര്യത്തിന് വേണ്ടി അല്ലല്ലോ. അത് തന്നെ അയാളൊരു തെറ്റല്ലേ അയാൾ ചെയ്യുന്നത്. പിന്നെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാറുക, CPMലേക്ക് പോവുക, അപ്പോൾ അതും ഒന്ന് വേറൊരു വിരോധാഭാസം. പിന്നെ ഇയാൾ പറയും അതിലേക്ക് പോയി കഴിഞ്ഞാൽ കള്ളങ്ങളെ പറയൂ. അയാൾ ഇത് മാത്രമല്ല, ഞങ്ങളെ കൂടെ നിന്ന് ഈ കേസിൻ്റെ എല്ലാ സ്ഥലങ്ങളും ലൊക്കേഷനും പിന്നെ അതുപോലെ തന്നെ അവരെയും CPMൻ്റെ കൊലയാളികളെയും അയാൾക്കറിയാം. അപ്പോൾ എവിടെ പോയി എവിടെ വന്നു എല്ലാ കൃത്യമായ കാര്യങ്ങൾ ഈ നാട്ടുകാരനെ പോലെ ഞങ്ങളെ കൂടെ നിന്ന് പഠിച്ചാൽ അതിനപ്പുറം ഒരു ഫയൽ വേണോ? ഈ ഫയൽ ഉണ്ടാക്കുന്നത് നോക്കിയല്ലേ. അതും സംഭവിച്ചിട്ടുണ്ട്. എറണാകുളത്ത് പോയി ബാലകൃഷ്ണ പെരിയയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ബാബുരാജ് പോയി എറണാകുളം അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഈ ഫയലുമായി പോയതാണ്. അയാൾ ഇല്ല എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ തന്നെ മുമ്പേ അദ്ദേഹത്തെ ഇരുന്ന ചർച്ചയിൽ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ കൊണ്ടു തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊന്നും ഈ കള്ളത്തരം വാദിക്കുന്നവരും കള്ളത്തരം പറയുന്നവരും കള്ളക്കാരോട് ഒന്നിച്ചു കൂടുന്നവരെയും വാക്കുകൾ എന്നാണ് അത് കേരള സമൂഹം മനസ്സിലാക്കും. കാരണം അയാൾ ചെയ്ത് ധാർമ്മികതയുണ്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി. അയാൾ എന്ത് കള്ളങ്ങൾ പറഞ്ഞോട്ടെ, അതിന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചോട്ടെ, അയാൾ ചെയ്ത കാര്യം ഒരു മനുഷ്യന് യോജിച്ചതാണോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ സമൂഹത്തിനകത്ത് ഇത്ര വയസ്സാം കാലത്ത് തീർന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി, ഈ വക്കീൽ പണി നിർത്തി പോകേണ്ടി വരും. ഇനി ഇപ്പോൾ ആയാലും 10-50 വയസ്സായ ഒരു മനുഷ്യൻ നമ്മൾ വളരെയധികം ബഹുമാനിച്ചുകൊണ്ടുള്ള മനുഷ്യനാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വേണ്ടിയല്ലാതെ നമ്മൾ ഇവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനിക്കാൻ പറ്റും? അങ്ങനെയില്ലവരെ. ഇതുപോലെ തന്നെ പിണറായി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ പറയാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ രക്ഷിക്കുന്നവരാണ് നമ്മുടെ സർക്കാരാണെങ്കിൽ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ തിന്നാൻ വരികയോ നമ്മളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ ബഹുമാനിക്കുന്ന ആ ഒരു സംസ്കാരം നമ്മൾക്കില്ല. അത് കണ്ട് നമ്മളെ ഒരു ബഹുമാനിക്കുന്നില്ല. കാരണം നമുക്കത് തോന്നുന്നില്ല. നമ്മളെ നമ്മുടെ മക്കളെ കൊന്ന കുഞ്ഞുങ്ങളുടെ പ്രതികളെ സംരക്ഷിക്കാൻ ഈ ഭരണ സംവിധാനം എത്ര കണ്ട് പ്രയാസപ്പെട്ടിട്ട് ഈ കാശും സമ്പത്തും എല്ലാം നീക്കി ഭരണ സംവിധാനം കംപ്ലീറ്റ് ഉപയോഗിച്ചു. നോക്കണേ, ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അതിനാണ് ഓരോ മനുഷ്യൻ ഈ കേരളത്തിലെ ഓരോ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഇതുപോലെയല്ല ആയിരക്കണക്കിന് കേസുകളാണ് ഒന്നും തുമ്പം ഭാരമില്ലാതെ പോകുന്നത്. ഇങ്ങനെ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് കള്ളങ്ങളും പറഞ്ഞും ഈ പ്രതികളെ മാറ്റിയും ഇതുപോലെ വക്കീലന്മാരെ വെച്ച് വാദിച്ചും എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു മാർഗമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇക്കുറി അതൊന്നും ഇക്കുറി കോടതി അത് ശരിയാവണ്ണം കണ്ടു. അതിന് നിങ്ങളുടെ നിയമപോരാട്ടം, ഈ 6 വർഷത്തെ നിയമപോരാട്ടം, കണ്ണിൽ എണ്ണ വെച്ച നിയമപോരാട്ടം അതിന് പ്രധാന കാരണം. ഞാൻ